عيد سعيد يا سلام أباهد بدر السلام بعد الهلال يا دمام പുണ്യമാസം മന്ദഹാസം പൂപ്പാരകമറന്നേവാസം ധന്യമാസം സ്വർഗവാസം തേടി വരുന്നവരുടെ പ്രിയമാസം ഈദ് മുബാറക് ബാറക് 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 യാ മൗലാ ഈദ് മുബാറക് ബാറക് ഹൈർ ഹൈർ യാ മൗലാ. ഹലോ അസ്സലാമു അലൈക്കും. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നാളെ പെരുന്നാളാണ്. ഇപ്പം ഇന്ന് നമ്മുടെ ഈ വർഷത്തെ 2025 അവസാനത്തെ നോമ്പും കഴിഞ്ഞ് നാളെ നമ്മൾ പെരുന്നാൾ ആഘോഷിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ സന്തോഷത്തിൽ നിൽക്കുകയാണ് കേട്ടോ. അപ്പം എടുക്കുന്ന വീഡിയോ ആണ്. അപ്പം പെരുന്നാളിലേക്ക് വേണ്ടിയുള്ള പ്രിപ്പറേഷൻസ് കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ചാനലിൽ 1000 സബ്സ്ക്രൈബേഴ്സായി. അപ്പോൾ നമ്മുടെ ഫാമിലി അംഗമായിട്ടുള്ള എല്ലാവരോടും ഓരോരുത്തരോടും ഈ അവസരത്തിൽ നന്ദി പറയുകയാണ് കേട്ടോ. ഒരുപാട് ഹാപ്പിയാണ്. ഫസ്റ്റ് മൈൽ സ്റ്റോൺ ആണല്ലോ നമുക്ക് 1000 സബ്സ്ക്രൈബേഴ്സ്. നമ്മുടെ ഫാമിലിയിലേക്ക് വീണ്ടും ജോയിൻ ചെയ്യാൻ താല്പര്യപ്പെടുന്നവർ ജോയിൻ ചെയ്യുക. അപ്പോൾ ക്രാഫ്റ്റ്, ഓർഗനൈസേഷൻ, അതുപോലെ തന്നെ കിച്ചൺ റിലേറ്റഡ് വീഡിയോസ്, ഫുഡ് വീഡിയോസ് ഒക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. പല പല കാരണങ്ങൾ കൊണ്ട് ഇടാൻ പറ്റാതെ വരാറുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ ഇതിൻ്റെ പ്രിപ്പറേഷൻസ് കാര്യങ്ങളൊക്കെ ചെയ്യാം. ഒരുപാട് പണികളുണ്ട്. ഞാൻ എവിടെ നിന്ന് തുടങ്ങണം എന്നറിയാതെ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് വീട്ടിലേക്ക് നേരെ പോയാലോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ ഇതിന് വേണ്ടിയിട്ടുള്ളൊരു കുട്ടി ഡെക്കറേഷൻ ചെയ്യാമെന്ന് വിചാരിച്ചു. എല്ലാ വർഷവും എന്തെങ്കിലുമൊക്കെ ചെയ്യും കേട്ടോ. വളരെ സിമ്പിളായിട്ട് നമ്മുടെ ഗ്ലിറ്റർ ഫോം ഷീറ്റ് കൊണ്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ചെയ്യൽ. നമ്മൾ മൂണും ഹാഫ് മൂണും അതുപോലെ തന്നെ സ്റ്റാറും അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ വരച്ച് അങ്ങനെയൊക്കെ ഉണ്ടാക്കും. എന്നിട്ട് കുറച്ച് ലൈറ്റിംഗ് ഡെക്കറേഷനൊക്കെ ചെയ്യും. അപ്പോൾ ഈ പ്രാവശ്യം ജസ്റ്റ് എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ കുറേ പഴയ ഫ്ലവേഴ്സ് ഉണ്ടല്ലോ, അതിങ്ങനെ ഇരുന്നത് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തിട്ട് പുറത്തുണങ്ങാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് എടുത്തിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ച് എന്തെങ്കിലും ഒരു കുട്ടി ഡെക്കറേഷൻ ഉണ്ടാക്കും. അപ്പം നിങ്ങളൊക്കെ എങ്ങനെയൊക്കെയാണ് ഈദ് സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു ഡെക്കറേഷൻസൊക്കെ എല്ലാവരും ചെയ്യാറുണ്ടാവുമല്ലോ. അപ്പം അതൊക്കെ തന്നെയാണ് ഞാനും ചെയ്യൽ. അപ്പം ഇവിടെ കുറച്ച് കാർഡ്ബോർഡ് പീസസൊക്കെ നോക്കലാണ് കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ കാർഡ്ബോർഡ് പീസസൊക്കെ ഞാനിങ്ങനെ കൂട്ടി കൂട്ടി വെക്കും. കുറച്ച് കഴിയുമ്പം കുറേയൊക്കെ എടുത്ത് മാറ്റും കേട്ടോ. കാരണം ഇങ്ങനെ ക്രാഫ്റ്റൊക്കെ ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് അറിയാം, നമുക്ക് എവിടെ കാർഡ്ബോർഡ് ബോക്സ് കണ്ടാലും അതൊക്കെ നമ്മൾ പെറുക്കി ഇങ്ങനെ അടുക്കി വെക്കും. പിന്നെ കുറച്ച് കഴിയുമ്പോൾ കുറേ ആകുമ്പോഴത്തേക്കും പിന്നെ ഞാൻ അങ്ങ് എടുത്ത് ഇപ്പോൾ അങ്ങനെ മാറ്റും കേട്ടോ. നേരത്തെ വെച്ചാൽ വീണ്ടും ഞാൻ അങ്ങനെ സൂക്ഷിച്ച് വെക്കുമായിരുന്നു. ഇപ്പോൾ കുറച്ചധികം ആയി കഴിയുമ്പോൾ അങ്ങനെ അങ്ങ് മാറ്റിക്കളയും കേട്ടോ. അപ്പം അങ്ങനെ ഒരു ബോക്സ് എടുത്തിട്ട് അത് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ട് നമുക്കതുകൊണ്ട് ഒരു ഹാഫ് മൂണ് വരച്ച് കൊടുക്കാം കേട്ടോ. ഇതിപ്പം നമ്മുടെ തലേദിവസത്തെ ലാസ്റ്റ്, അതായത് പെരുന്നാളിൻ്റെ തലേദിവസം ലാസ്റ്റ് നോമ്പിൻ്റെ ദിവസമാണ് കേട്ടോ. അപ്പോൾ ഇത് നോമ്പ് തുറക്കുന്നതിന് കുറച്ച് സമയം കിട്ടിയപ്പോൾ അങ്ങനെ ഇരുന്നിട്ടാട്ടോ ചെയ്യൽ. അപ്പോൾ മക്കൾ നല്ല രീതിയിലെല്ലാം എടുത്തുകൊണ്ടൊക്കെ തരാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കാരണം ഇപ്പോൾ ഇവർ ഫ്രീ ആണല്ലോ, ഇപ്പം ക്ലാസ്സോ കാര്യങ്ങളോ ഒന്നും ഇല്ല. അപ്പോൾ അവർക്കും ഇൻട്രസ്റ്റ് ആണ്, എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന കാണുമ്പോഴത്തേക്കും കൂടെ വന്ന് അങ്ങനെ ഇരുന്നോളും. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഫ്ലവേഴ്സ് എടുത്തിട്ട് അതൊന്ന് അതിൻ്റെ ആ ഒരു പെറ്റൽസ് ഇങ്ങനെ മാറ്റി എടുക്കാം കേട്ടോ. നമുക്ക് ഇത് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ പഴയ ഫ്ലവേഴ്സ് ഇരുന്നുകൊണ്ട് അത് വെച്ചിട്ട് അങ്ങനെ ചെയ്യണമെന്നേ ഉള്ളൂ. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പേപ്പർ ചുരുട്ടിയിട്ടോ അല്ലെങ്കിൽ പെറ്റൽസ് ആക്കി എടുത്തിട്ടോ അങ്ങനെ ചെയ്യാം. ഒരുപാട് ഡെക്കറേഷൻസ് ഐഡിയാസ് ഉണ്ടല്ലോ. ആദ്യം തന്നെ വെച്ചപ്പോൾ തന്നെ ഗ്ലൂ ഗണ്ണിൻ്റെ ആ ഒരു സെൻറ്ററിലെ ഹോളിൽ കൂടെ എൻ്റെ കയ്യിലോട്ടങ്ങ് കയറിട്ടോ. എപ്പോഴും എനിക്കിങ്ങനെ ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് ചെയ്യുമ്പോൾ എപ്പോഴൊക്കെ എന്തെങ്കിലുമൊക്കെ പണി കിട്ടാറുണ്ട് കേട്ടോ. ഒന്ന് ശ്രദ്ധിച്ചില്ലെങ്കിൽ കൈക്കിട്ട് നല്ല പണി കിട്ടേണ്ട കാര്യമാണ്. കാരണം ആ ഒരു ഗ്ലൂ അങ്ങനെ നമ്മുടെ കയ്യിൽ കുറച്ച് സമയം അങ്ങോട്ട് ഇരിക്കുമല്ലോ. നല്ല ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണത്. എന്നാലും പെട്ടെന്ന് ചെയ്യുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കാതെ അങ്ങനെ ചെയ്ത് എൻ്റെ കയ്യിലങ്ങ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഇതുപോലത്തെ ഒരു കുറച്ച് ക്രാഫ്റ്റിൻ്റെ ആയിട്ട് കുറേ ആക്രി സംഭവങ്ങളൊക്കെ വെക്കുന്ന ഒരു അലമാര ഇപ്പോൾ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ വാർഡ്രോബ്, അപ്പോൾ അതിൻ്റെ ഉള്ളിലാണ് കുറേയൊക്കെ ഇങ്ങനെ ഇട്ടേക്കണത്. അപ്പോൾ നമ്മൾ എത്ര അടുക്കി വെച്ചാലും എല്ലാം ചടപടേ ഇങ്ങനെ താഴോട്ട് വീണുകൊണ്ടിരിക്കും. പിന്നെ എൻ്റെ ചെറിയ മോന് ഇതിനോടൊക്കെ കുറച്ച് ഇഷ്ടമുള്ളതാണ് കേട്ടോ. അപ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാലും അതിൻ്റെ അടിയിൽ നിന്ന് ചെന്നിട്ട് തന്നെ വലിക്കും ഓരോ സാധനങ്ങൾ എടുക്കാനായിട്ട്. പിന്നെ നമ്മളങ്ങ് വിചാരിക്കും എന്തെങ്കിലുമൊക്കെ ചെയ്തോട്ടെ, ടിവിയോ ഫോണോ ഒക്കെ അധികം യൂസ് ചെയ്യലങ്ങ് കുറച്ചോളൂല്ലോ. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ അതിൻ്റെ അകത്തുനിന്നൊക്കെ എന്തെങ്കിലുമൊക്കെ വന്ന് എടുക്കും കേട്ടോ. ഇൻട്രസ്റ്റ് ഉണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട്.
പിന്നെ ഇതാ ഇങ്ങനെ കുറച്ച് അത്യാവശ്യം നല്ല സാധനങ്ങൾക്ക് വേറൊരു ബോക്സിൽ അങ്ങനെ ഇട്ട് വെച്ചേക്കാണ്. അപ്പം ഇതാ ഇതുപോലെ നമ്മൾ എന്താണ് ഗ്ലിറ്ററായിട്ടുള്ള അക്രിലിക് പെയിൻറ്റ്സ് ഇല്ലേ, അപ്പോൾ അത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തും പെയിൻറ്റ് ചെയ്തൊക്കെ കൊടുക്കുന്നുണ്ട്. അതൊക്കെ നമ്മുടെ ഐഡിയാസ്, ഞാൻ എൻ്റെ കയ്യിൽ എന്തൊക്കെയുണ്ടോ അത് വെച്ചിട്ട്. പിന്നെ തപ്പിക്കഴിഞ്ഞാൽ നമ്മളിങ്ങനെ സൂക്ഷിച്ച് വെക്കുന്നതുകൊണ്ട് കല്ലും മണ്ണും ഉൾപ്പെടെ എല്ലാ സാധനങ്ങളും കിട്ടും. എല്ലാം ഇങ്ങനെ എന്താണ് ഈ മെറ്റലിൻ്റെ പീസസൊക്കെ ഞാനിങ്ങനെ വീട്ടിലൊക്കെ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോഴൊക്കെ ഇങ്ങനെ എടുത്ത് വെക്കും കേട്ടോ. അങ്ങനെ ചെയ്തതാ ഫുള്ളി കംപ്ലീറ്റ് ഇത്രയേ ഉള്ളൂ ഞാൻ ചെയ്യാൻ ഉദ്ദേശിച്ചത്. ഇനി കുറച്ച് ലൈറ്റൊക്കെ ഇടുക, ഒന്ന് ഡെക്കറേറ്റ് ചെയ്യുക. അപ്പോൾ ഈ ലൈറ്റ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു കുറേ നാളായിട്ട് വാങ്ങിച്ചു വെച്ചേക്കണതാണ്. പിന്നെ കുറേ ഇതിൻ്റെ ആ ഒരു LED ലൈറ്റുകളൊക്കെ പോയിട്ടോ, ഇപ്പോൾ ഒന്നും കത്തി നിൽക്കണില്ല. അതൊക്കെ എന്തൊക്കെയോ സംഭവിച്ച് പോയിട്ടുണ്ട്. എന്നാലും അത് പോകുന്നതിന് വരെ നമുക്കതങ്ങനെ ഉപയോഗിക്കാം. കുറേയൊക്കെ ഓക്കെ ആയിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതെന്തോ ഒരു ഫംഗ്ഷന്, ഇത് കൊറോണ ടൈമിൽ മോൻ്റെ എന്തോ സ്കൂളിലൊരു ഡാൻസ് കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനൊന്ന് ഡാൻസിൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാം, ബാക്ക്ഗ്രൗണ്ട് ഒന്ന് അടിപൊളിയാക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ എന്തോ വാങ്ങിച്ചിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ. അങ്ങനെ അത് സൂക്ഷിച്ച് വെച്ച് ഇപ്പം എന്തെങ്കിലും ബർത്ത്ഡേക്കും അങ്ങനെ ഇങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും ഇത് ഉപയോഗിക്കാറുണ്ട്. പിന്നെ ഇതുപോലെ ഒരു ചെറിയ ലാമ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ കുറേ സ്റ്റാർസോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നമ്മൾ നൈറ്റ് വെക്കുന്നത് ഇതുപോലെ അടിപൊളിയായിട്ട് വരുന്നൊരു സംഭവം. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ചൊന്ന് ഓണാക്കി വെച്ചതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു. പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്കൊരു ഹാപ്പിനെസ്സാണ്. നമുക്ക് എന്തെങ്കിലും ഒരു വ്യത്യാസം നമ്മൾ ഇതിലോട്ട് കിടക്കുമ്പം നമുക്ക് അങ്ങനെ ഒരു ചെറിയൊരു വ്യത്യാസം കൊണ്ടുവരും, അത്ര തന്നെ. ഇനിയിപ്പം നമുക്ക് കുറച്ച് പ്രിപ്പറേഷൻസ് ഒക്കെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ മോർണിംഗിൽ എളുപ്പമുണ്ടാവുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ കുറച്ച് ഇതുപോലെ നമുക്ക് എന്താണ് ചിക്കന് അതുപോലെ തന്നെ മട്ടൻ അങ്ങനെയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നാളത്തെ അതായത് നെക്സ്റ്റ് ഡേ പെരുന്നാളിലേക്ക് മോർണിംഗിലേക്കും ബ്രേക്ക്ഫാസ്റ്റിനും അതുപോലെ തന്നെ ലഞ്ചിനും ഒക്കെ വേണ്ടിയിട്ടുള്ള ഐറ്റംസ് കിട്ടും. അപ്പോൾ അത് രണ്ടും ഒന്ന് കഴുകി എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു. കഴുകി അതിൻ്റെ കുറച്ചൊന്ന് പ്രിപ്പറേഷൻസൊക്കെ ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ എന്താ നമ്മൾ ഈ ഒരു വീഡിയോയുടെ ഫസ്റ്റ് ഒരു സോങ് പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, അതെൻ്റെ സിസ്റ്ററിൻ്റെ, അതായത് എൻ്റെ ഇത്താടെ മോൻ പാടിയിട്ടുണ്ടായിരുന്ന ഒരു പാട്ടാട്ടോ. അത് ജസ്റ്റ് ഞാനൊന്ന് ആവശ്യപ്പെട്ടാണ് മോനോട് വീഡിയോ ചെയ്യുമ്പം ഓരോ പാട്ട് ചെയ്തു തരുമോ എന്ന് ചോദിച്ചപ്പം ജസ്റ്റ് ആൾ പാടിയിട്ടതാണ്. ഒട്ടും പ്രിപ്പയർഡ് ഒന്നും അല്ല കേട്ടോ പാട്ട്. ഞാനൊരു സോങ് അയച്ചു കൊടുത്തു, ആൾ ജസ്റ്റ് നോക്കിയിട്ട് പാടി അന്ന് തന്നെ എനിക്ക് ഇട്ടുതരായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അതൊരു പാട്ട് എനിക്ക് കേൾക്കുമ്പോൾ അറിയാം ഭയങ്കര രസമായിട്ട് പാടിയിട്ടുള്ള പാട്ടൊന്നും ആയിരിക്കില്ല. പിന്നെ നമ്മുടെ ഒരു പ്രോത്സാഹനം എന്ന രീതിയിൽ ഞാൻ ആളെ കൊണ്ട് എപ്പോൾ കണ്ടാലും പാടിക്കാറുണ്ട് കേട്ടോ. കാരണം ചെറിയ രീതിയിൽ പാടാൻ ഇഷ്ടമുണ്ട് ആൾക്ക്. അപ്പോൾ നമ്മളൊന്ന് പ്രോത്സാഹിപ്പിക്കുകയാണെങ്കിൽ പാടിക്കോളുമല്ലോ. അപ്പോൾ അങ്ങനെ വിചാരിച്ചിട്ട് പാടിക്കാറുണ്ട്. പിന്നെ നമ്മൾ എല്ലാ ഇതിനും ഒരുമിച്ച് കൂടുമ്പം നമ്മളെപ്പോഴും പാട്ടും. അപ്പം നിങ്ങൾക്ക് കഴിഞ്ഞ ഓരോ വീഡിയോയിൽ ഞാൻ എൻ്റെ സിസ്റ്ററിൻ്റെ മദറിൻലോ പാടിയിട്ടുള്ളൊരു പാട്ടിട്ടുണ്ടായിരുന്നില്ലേ, അത് നമ്മൾ കഴിഞ്ഞ ഇതിന് കൂടി ഇപ്പോൾ പാടിയിട്ടുണ്ടായിരുന്ന പാട്ടാട്ടോ. അപ്പം നമ്മൾ എല്ലാവരും കൂടെ കൂടുമ്പം എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പാട്ട് പാടുക, ഇതൊന്ന് നൈറ്റൊക്കെ ഇരുന്നിട്ട് ഒന്ന് ചില്ല് ചെയ്യാറുണ്ട് എല്ലാവരും കൂടി ചേർന്നിട്ട്. അപ്പോൾ ഈ പ്രാവശ്യം അത് ഭയങ്കര മിസ്സിങ് ആണ്. അപ്പോൾ നമുക്ക് അങ്ങനെ പോകാനൊന്നും പറ്റിയിട്ടില്ല. കാരണം ഹസ്ബൻഡിൻ്റെ ഓഫീസ് വർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം ബിസിനസ് ഇയർ എൻഡ് അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അവർക്ക് ബിസിനസ് റിലേറ്റഡ്, അതായത് ഓഫീസ് വർക്കാണ്. അതുകൊണ്ട് തന്നെ ബിസിനസ് ഇയർ എൻഡ് ആയതുകൊണ്ട് തന്നെ അങ്ങോട്ട് മാറാനോ അങ്ങനെ പോകാനൊന്നും പറ്റില്ലാത്തതുകൊണ്ട് ഞങ്ങളും പോയിട്ടില്ല കേട്ടോ. പിന്നെ മക്കൾക്കും മദ്രസ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊന്നും ഒഴിവാക്കണ്ടെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വീട്ടിൽ തന്നെ നിൽക്കലാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മളിതാ ചിക്കൻ മസാലയൊക്കെ പുരട്ടി മിക്സ് ചെയ്ത് മാരിനേഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ നമ്മൾ ചിക്കൻ 65 ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ മൈദയൊന്നും ആഡാക്കിയിട്ടില്ല, അല്ലാതെ കോൺഫ്ലവർ ആഡാക്കിയിട്ട് അങ്ങനെ മിക്സാക്കി വെച്ചതാണ് കേട്ടോ. കോൺഫ്ലവർ അതുപോലെ തന്നെ നമ്മൾ സാധാരണ ചിക്കൻ ഫ്രൈ ചെയ്യാനൊക്കെ ചേർക്കുന്ന മസാലകളൊക്കെ ആഡാക്കി കേട് യൂസ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഒന്നും റെസിപ്പിയായിട്ട് അങ്ങനെ ഷൂട്ട് ചെയ്തിട്ടില്ല. അതപ്പോൾ ലഞ്ചിലേക്ക് വേണ്ടിയിട്ട് ഫ്രൈ ചെയ്യാനായിട്ട് മാറ്റി വെച്ചതാണ്. ഇനിയിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിലേക്ക് വേണ്ടിയിട്ട് രാവിലെ കറി വെക്കാനായിട്ടുള്ള ചിക്കൻ ഒന്ന് മസാല മിക്സ് ചെയ്ത് വെക്കണം. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് അങ്ങനെ കറി വെക്കാൻ വേണ്ടിയിട്ടാണ്. അതാണിപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിലേക്കും കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ മസാലപ്പൊടി, ഗരം മസാല അതൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് ഉപ്പും കുറച്ച് ലെമൺ ജ്യൂസും കൂടെ ഒഴിച്ചിട്ട് അങ്ങനെ മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കുന്നുണ്ട്. ഇനിയിപ്പം കൗണ്ടർ ടോപ്പ് കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് പാത്രമൊക്കെ ഒന്ന് വാഷ് ചെയ്ത് വെച്ചു കേട്ടോ. ഇനിയിപ്പോൾ അത് കഴിഞ്ഞിട്ട് നാളെ മോർണിംഗിൽ, അതായത് പെരുന്നാളുടെ മോർണിംഗിൽ നേരത്തെ തന്നെ എഴുന്നേറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യണമല്ലോ.
അതുപോലെ തന്നെ നമ്മളിവിടെ എറണാകുളമാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ഇവർ ഈദ്ഗാഹിലാണ് പെരുന്നാൾ നമസ്കാരമൊക്കെ ഉള്ളത്. അപ്പോൾ അങ്ങോട്ടേക്കാണ് പോകല് നോർമലി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നേരത്തെ തന്നെ കുട്ടികളെയൊക്കെ റെഡിയാക്കണം. അപ്പോൾ നേരത്തെ തന്നെ കിടന്നിട്ട് രാവിലെ നേരത്തെ തന്നെ എഴുന്നേക്കാമെന്ന് വിചാരിച്ചു. നേരത്തെ ഒന്നും അല്ല കേട്ടോ, ടൈം ഇപ്പോൾ എനിക്ക് തോന്നുന്നു 12:30 അങ്ങനെ എന്തോ ആയിട്ടുണ്ട്. അപ്പോഴാണ് കിടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതാ ഇപ്പോൾ മോർണിംഗിൽ നമ്മൾ നേരത്തെ തന്നെ എഴുന്നേറ്റിട്ടുണ്ട്. എന്നിട്ട് ഫസ്റ്റ് തന്നെ നമ്മൾ ഫ്രഷ് ആകൽ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നേരെ ഇതാ ചിക്കനൊന്ന് ഫ്രൈ ചെയ്യാൻ വെക്കുന്നുണ്ട്. അതായത് നമ്മളൊന്ന് ചിക്കനൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക, അതൊന്ന് കറി വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഹസ്ബൻഡ് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, തേങ്ങ ഒന്ന് ചിരവി തരാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ ബാക്കി കാര്യങ്ങളൊക്കെ അങ്ങനെ ചെയ്യലാണ് കേട്ടോ. പിന്നെ ഇനി സവാളയൊക്കെ ഒന്ന് കട്ടാക്കി എടുക്കണം ഇതിലേക്ക് വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ ചിക്കൻ കറി വെക്കാനായിട്ടുള്ള സവാളയാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ചിക്കൻ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് സവാളയൊന്ന് വഴറ്റിയെടുക്കാം. പിന്നെ ഞാൻ നോർമലി വെക്കുമ്പോൾ ഇങ്ങനെ ഫ്രൈ ചെയ്ത് വെക്കൽ കുറവാണ്, കാരണം നമ്മൾ വെറുതെ ഓയിൽ ഒരുപാട് അങ്ങോട്ട് യൂസ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. പിന്നെ പെരുന്നാളൊക്കെ ആയിട്ടൊന്ന് സ്പെഷ്യലായിട്ട് വെക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വെച്ചതാണ് കേട്ടോ. പക്ഷെ നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടും നമുക്ക് ഫ്രൈ ചെയ്തിട്ട് വെക്കുമ്പോൾ. പക്ഷേ നമ്മൾ ഫ്രൈ ചെയ്യാനുള്ള ഓയിലും പിന്നീട് ആ ഒരു ഓയിൽ യൂസ് ചെയ്തിട്ട് വീണ്ടുമുള്ള കറിയൊക്കെ വെക്കുന്നത് അത്ര ഹെൽത്തി അല്ലല്ലോ. അപ്പോൾ ഇടയ്ക്കൊക്കെ ആവാം അത്ര തന്നെ. അപ്പം അങ്ങനെ അത് ചെയ്യുന്നുണ്ട്. പിന്നെ ഇടയ്ക്കൊന്ന് ചായയൊക്കെ പ്രിപ്പയർ ചെയ്ത് വെക്കുന്നുണ്ട്. പിന്നെ ഇതാ നമ്മളിവിടെ സ്പെഷ്യലായിട്ടെന്ന് വിചാരിച്ച് അങ്ങനെ ഉണ്ടാക്കുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, തിക്കിടി എന്നുള്ളത്. പലയിടത്തും പല പേരാണ് പറയുന്നത്. നമ്മുടെ നാട്ടിലത് തിക്കിടി എന്ന് പറയാറുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അതായത് എൻ്റെ വീട്ടിൽ മെയിൻലി പെരുന്നാളിനൊക്കെ എനിക്ക് തോന്നണു തിക്കിടി ഉണ്ടാക്കലുണ്ട്. പെരുന്നാൾ അതിന് വേറെ പിടി അങ്ങനെയൊക്കെ പറയും തോന്നുന്നു. പിടിയും കോഴിയും എന്നൊക്കെ പറഞ്ഞില്ലേ, അത് തന്നെയാണെന്ന് തോന്നുന്നു ഇത്. അപ്പോൾ ഇതൊക്കെയാണ് ഇവരുടെ ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും റെഡിയായിട്ട് പള്ളിയിലോട്ട് അങ്ങനെ പോകലാണ് കേട്ടോ. ഇനി നമസ്കാരങ്ങളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് വെക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു ടൈം മോർണിംഗ് 6:45 കേട്ടോ ആയിട്ടുള്ളത്. ഇനിയിപ്പം 7 മണിയൊക്കെ ആകുമ്പോഴാണ് പള്ളിയിൽ നമസ്കാരങ്ങളും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുക. അപ്പം ഇനിയിപ്പം നമ്മൾ നമസ്കാരങ്ങളോ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളത് കേട്ടോ. അപ്പം ഈദ്ഗാഹിൽ അധിക ദൂരമില്ല, അവിടെ നിന്ന് അടുത്ത് തന്നെയാണ് എത്താൻ വേണ്ടിയിട്ട്. ഇനിയിപ്പം നമുക്ക് തിക്കിടിയുടെ ബാക്കി പ്രിപ്പറേഷൻസൊക്കെ നോക്കാം കേട്ടോ. ഇതിപ്പോൾ നമ്മൾ നോർമലി സാധാരണ നമ്മൾ പത്തിരി ഉണ്ടാക്കുന്ന ആ ഒരു പൊടി ഉണ്ടല്ലോ, അതായത് അരിപ്പൊടി, അത് വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണോ പത്തിരിക്ക് മാവ് കുഴച്ചെടുക്കണേ ആ ഒരു രീതിയിൽ തന്നെ ആക്കിയെടുക്കുക കേട്ടോ ചെയ്യുന്നത്. എന്നിട്ട് അതിനെ ചെറിയ ഉരുളകളാക്കി എടുക്കണം. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രിപ്പറേഷനൊക്കെ പലയിടത്തും പല രീതിയിലായിരിക്കും കേട്ടോ. പേരും അതുപോലെ തന്നെ എന്തായാലും പ്രിപ്പറേഷനിലൊക്കെ ഓരോ സ്ഥലങ്ങളിൽ മാറ്റം ഉണ്ടാവുമെന്ന് ഞാൻ കരുതുന്നത്. ഇതിപ്പോൾ ട്രഡീഷണലി നമ്മുടെയൊക്കെ വീടുകളിൽ എങ്ങനെയാണ് ചെയ്യുന്നതിൻ്റെ ഉമ്മ ചെയ്തൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നത് അത് കണ്ടിട്ടാണ് എനിക്കറിയാവുന്നത് കേട്ടോ. ആ ഒരു രീതിയിലാണ് ഞാനിവിടെ ചെയ്യുന്നത്. ഞാൻ ഇതുപോലെ ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് ഒന്ന് ഇതിൻ്റെ സെൻറ്ററിലൊരു ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇഡ്ഡലിയുടെ ഷേപ്പിലുണ്ടല്ലോ, അത് ഈ ഒരു ചെറിയ ഉരുളകളിലാക്കിയിട്ട് അങ്ങനെ ആക്കിയെടുക്കാറുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഈ ഒരു രീതിയിലാണ് ചെയ്തെടുക്കുന്നത്. അപ്പം നമ്മൾ കയ്യിൽ ചെറുതായിട്ട് നമ്മുടെ കൈയുടെ ഉള്ളിൽ ചെറുതായിട്ടൊന്ന് ഓയിലൊന്ന് ആക്കി കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് ഉരുട്ടിയെടുത്താൽ മതി കേട്ടോ. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ യൂസ് ചെയ്തിട്ട് ഞാനങ്ങനെ ചെറിയ ചെറിയ ഉരുളകളാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ, ഈ ഉരുളയാക്കി എടുക്കുക എന്നുള്ളത്, അതൊക്കെ കുറച്ച് സമയം എടുക്കും. നമ്മൾ പെരുന്നാളിനൊക്കെ സാധാരണ വീടുകളിലൊക്കെ ഒരുപാട് ആളുകൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ പണ്ടൊക്കെ അങ്ങനെ വീടുകളിൽ ഒരുപാട് നമ്മൾ ജോയിൻറ്റ് ഫാമിലിയൊക്കെ ആയിരിക്കില്ലേ. അപ്പോൾ എല്ലാവരും കൂടെ കൂടിയിരുന്നിട്ടായിരിക്കും തലേ ദിവസം രാത്രി തന്നെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കും. ആക്ച്വലി ഞാൻ നൈറ്റ് ചെയ്ത് വെക്കണമെന്ന് വിചാരിച്ചാട്ടോ. പിന്നെ ഞാനെല്ലാം കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു വന്നപ്പോൾ തന്നെ ഞാൻ പറഞ്ഞില്ല 12:30 ആയി എന്നുള്ളത്. പിന്നെ നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ അല്ലല്ലോ, വീഡിയോ ഷൂട്ടും കൂടെ ചെയ്തിട്ട് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ചെയ്യുന്നതിൻ്റെ ഇരട്ടി സമയം വേണ്ടി വരും ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം ഞാൻ തന്നെയാണ് ഹാൻഡിൽ ചെയ്യണത്, തന്നെയാണ് ഷൂട്ട് ചെയ്യണതും അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്യണത്, വീഡിയോയുടെ കാര്യങ്ങളൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഷൂട്ട് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ കുറച്ചുകൂടെ സമയം നമുക്ക് കിട്ടും, പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ
ഞാൻ രാത്രിയിൽ ഇത് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അല്ലെങ്കിൽ പിന്നെ ഞാൻ ഹസ്ബൻഡും കൂടി ഇരുന്നിട്ട് ഉരുളകളാക്കി വെക്കാമെന്നൊക്കെ ആദ്യം പ്ലാൻ ചെയ്ത് വെച്ചിരുന്നത്. അപ്പോൾ പിന്നെ അങ്ങനെ ടൈം പോയതുകൊണ്ട് പിന്നെ അങ്ങനെ പിന്നെ കുറച്ച് ഉണ്ടാക്കിയാൽ മതി, ഞങ്ങൾ മാത്രമേ ഉള്ളൂ നമ്മൾ കഴിക്കാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് പിന്നെ പെട്ടെന്ന് അങ്ങനെ ചെയ്തെടുക്കാമല്ലോ. പിന്നെ ഇതാ ഇതിലേക്ക് നമുക്ക് തേങ്ങ വേണം. തേങ്ങ ഇതാ കുറച്ച് പെരുംജീരകമാണ് ഇതിലേക്ക് യൂസ് ചെയ്യുന്നത്. പിന്നെ കുറച്ച് മിക്സ് ചെയ്തിട്ട് എന്താണ് നമ്മൾ താളിച്ചെടുത്തിട്ട് അതിലേക്ക് ഇത് ഒഴിച്ചു കൊടുത്തിട്ട് അങ്ങനെ ഉണ്ടാക്കലാണ് കേട്ടോ. ഇതിൻ്റെ റെസിപ്പി എപ്പോഴെങ്കിലും ഒന്ന് ചെയ്യണം എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ എപ്പോഴെങ്കിലും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ കംപ്ലീറ്റ്ലി ട്രഡീഷണലി ചെയ്യുന്ന രീതിയിലാട്ടോ ചെയ്യുന്നത്. ചിലർ ചെയ്യുന്ന ടൈമിൽ നമുക്ക് ഈ ബോളുകളാക്കി വെച്ചിട്ട് ഈ ഉരുളകളാക്കി വെച്ചതിന് ജസ്റ്റ് ഒന്ന് സ്റ്റീം ചെയ്തെടുത്തിട്ടായിരിക്കും ചെയ്യുന്നത്. ഞാൻ സ്റ്റീം ചെയ്തെടുത്തിട്ടൊന്നുമില്ല, അല്ലാതെ ഡയറക്റ്റാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അധികം കുഴഞ്ഞൊന്നും പോകണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റീം ചെയ്തെടുക്കണമായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. സ്റ്റീം ചെയ്തിട്ട് നമ്മൾ ഈ ഒരു തേങ്ങയുടെ മിക്സിലേക്ക് ഇട്ടിട്ട് അങ്ങനെ ആക്കിയെടുക്കൽ. പിന്നെ ഞാനും ഈ പറഞ്ഞ പോലെ ഫ്രഷായി നമസ്കാരങ്ങളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ആണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനിരുന്നത് കേട്ടോ. അപ്പം എല്ലാവരും പള്ളിയിലും എല്ലാം കഴിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കലാണ്. ഈ പറഞ്ഞ പോലെ പത്തിരിയുണ്ട്. പിന്നെ നമ്മൾ പത്തിരിയിലേക്ക് വേണ്ടിയിട്ടുള്ള തേങ്ങാപ്പാലായിരുന്നു കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ തേങ്ങാപ്പാൽ എടുത്തിട്ട് അതും കൂടെ യൂസ് ചെയ്തിട്ടാണ് നോർമലി പത്തിരി കഴിക്കൽ. പിന്നെ അതാ നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ കറി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നമ്മളിങ്ങനെ ഫ്രൈ ചെയ്തിട്ട് വെക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ കുറച്ച് എക്സ്ട്രാ ടേസ്റ്റ് നമുക്ക് കിട്ടും. അപ്പോൾ ഇനി എല്ലാം സെർവ് ചെയ്തിട്ട് നമ്മളെല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിക്കലാണ് കേട്ടോ. പിന്നെ ഈ തിക്കിടി എന്നുള്ളത് ചിലർക്കൊന്നും അത്ര ഇഷ്ടം ഉണ്ടാവില്ല കേട്ടോ. കഴിച്ച് ശീലിച്ചിട്ടുള്ളവർക്ക് എന്തായാലും ഇത് മസ്റ്റായിട്ടും ഇങ്ങനെയുള്ള ഫംഗ്ഷനുകളിലൊക്കെ വേണമെന്ന് താല്പര്യം ഉണ്ടാവും. പക്ഷേ ഇതങ്ങനെ കഴിച്ച് ശീലമില്ലാത്തവർക്ക് ഇത് എത്രത്തോളം ഇഷ്ടമുണ്ടെന്ന് എനിക്കറിയില്ല കേട്ടോ. പിന്നെ ഇത്രയും ലെങ്തി വീഡിയോ വരുമ്പോൾ നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടോ എന്ന് എനിക്കൊരു ഡൗട്ടില്ലാതില്ല. എന്തായാലും ഞാൻ ഇത് ഷൂട്ട് ചെയ്തിട്ടൊരു 3.5 അവേഴ്സോളം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് എഡിറ്റ് ചെയ്തിട്ടാണ് അപ്പോൾ ഇത്രയും ചെറുതാക്കി കൊണ്ടുവന്നത്. അതുകൊണ്ടാണ് ലെങ്ത് ഇത്രയും ആയത് കേട്ടോ വീഡിയോയ്ക്ക്. ഇനിയിപ്പോൾ നമ്മൾ ഇതാ ലഞ്ചിലോട്ടുള്ള പ്രിപ്പറേഷൻസൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതെന്ന് പറയുന്നത് മട്ടൻ ബിരിയാണി ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ അതിലേക്ക് വേണ്ടിയിട്ടുള്ള കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് അതുപോലുള്ള ഐറ്റംസൊക്കെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് പ്രഷർ കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഒന്ന് വേവിച്ചെടുത്തിട്ട് നമുക്ക് ബിരിയാണി പ്രിപ്പയർ ചെയ്യാം. പിന്നെ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള സവാള, വെളുത്തുള്ളി, ഇഞ്ചി ഇതൊക്കെ നൈറ്റ് തന്നെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കട്ട് ചെയ്ത് വെച്ചില്ല, എല്ലാത്തിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് പൊളിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അത് കൊണ്ട് നമുക്ക് മോർണിംഗിൽ ചെയ്യാനായിട്ട് കുറച്ചുകൂടെ എളുപ്പമുണ്ടാവും. പിന്നെ ഇതിലേക്ക് ബിരിയാണിയിലേക്ക് വേണ്ടിയുള്ള ബാക്കിയുള്ള ഐറ്റംസൊക്കെ ഒന്ന് കഴുകി അങ്ങനെയൊക്കെ ഒന്ന് ആക്കി എടുക്കുന്നുണ്ട്. പിന്നെന്താണ് നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ തന്നെ നല്ല എളുപ്പമുണ്ടാവുമല്ലോ ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഞാൻ രാവിലെ ചിക്കൻ കറി ഉണ്ടാക്കിയപ്പോൾ തന്നെ നമ്മൾ ഫ്രൈ ചെയ്യാനുള്ളത് അതുപോലെ തന്നെ ബിരിയാണിയിലേക്കുള്ളത് കറിയിലേക്കുള്ളത് എല്ലാം ഒന്നിച്ച് തന്നെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാ പെട്ടെന്ന് തന്നെ ഇതാ നമ്മൾ റൈസൊക്കെ കഴുകിയിട്ട് വേഗം തന്നെ ബിരിയാണി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ മട്ടൻ വേവിച്ചിട്ട് ജസ്റ്റ് മസാല ആക്കിയിട്ട് അതിലേക്കൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ റൈസ് സെപ്പറേറ്റ് വേവിച്ചെടുത്തിട്ട് നമ്മൾ നോർമലി ബിരിയാണി ഉണ്ടാക്കുന്ന പോലെ തന്നെ അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ തലേദിവസം ഇതുപോലെ തന്നെ ചിക്കൻ 65 ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മസാല മിക്സ് ചെയ്ത് വെച്ചിരുന്ന ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്യാനായിട്ട് ഇടുന്നുണ്ട്. അതുപോലെ തന്നെ പപ്പടമൊക്കെ ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട്. അപ്പം ലഞ്ചിൻ്റെ പ്രിപ്പറേഷൻസ് ഞാൻ പെട്ടെന്ന് തന്നെ അങ്ങ് ചെയ്തു കേട്ടോ. അധികം ഷൂട്ട് ചെയ്യാനൊന്നും നിന്നില്ല. ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്കും ഞാൻ പറഞ്ഞല്ലോ അധികം സമയവും ആകും. അപ്പോൾ പ്രിപ്പറേഷൻ കഴിഞ്ഞ് കുറച്ച് നമ്മൾ കിച്ചണിൽ തന്നെ ആയി പോവില്ലേ. നമ്മുടെ പിന്നെ ഹസ്ബൻഡിന് അന്ന് ഓൺലൈനായിട്ട് വർക്ക് ഫ്രം ഹോം ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ വർക്കും കാര്യങ്ങളുമായിട്ട് ആളും ബിസി ആയിരുന്നു. അപ്പോൾ മൊത്തത്തിൽ ഈ പ്രാവശ്യത്തെ ഇതെന്ന് പറയുന്നത് മൊത്തത്തിലൊരു എല്ലാവരും ബിസി ആയിരുന്നു താനും. മൊത്തത്തിലൊരു കംപ്ലീറ്റ് സെലിബ്രേഷൻ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല താനും കേട്ടോ. പിന്നെ നമ്മൾ മാത്രമായിരുന്നല്ലോ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇനി ഒരു സാലഡ് ഉണ്ടാക്കിയെടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അത് പൈനാപ്പിൾ അതുപോലെ തന്നെ കുക്കുംബർ ഇത് മാത്രമേ രണ്ടുള്ളൂ. പിന്നെ ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് മൂന്നും കൂടെ ഒന്ന് കട്ട് ചെയ്തിടുന്നുണ്ട് കേട്ടോ. അത് വെച്ചിട്ടൊരു സിമ്പിൾ സാലഡ് അതൊന്ന് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. പിന്നെ ചിക്കൻ ഫ്രൈ ആയി വന്നപ്പം അതൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. ഇനിയിപ്പോൾ പൈനാപ്പിളും കുക്കുംബറും കൂടെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കലാണ് കേട്ടോ. ഈ ഒരു കോമ്പിനേഷൻ നിങ്ങൾ ചെയ്ത് നോക്കാറുണ്ടോ? ഇത് രണ്ടും മാത്രമായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും.
പൈനാപ്പിളിൻ്റെ ആ ഒരു പുളിയും മധുരവും ഒക്കെ നമ്മുടെ കുക്കുംബറിലും കൂടെ ഒക്കെ ആയിട്ട് ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. പിന്നെ കുറച്ച് ചെറുനാരങ്ങയും അതുപോലെ തന്നെ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്, കുറച്ച് ഉപ്പ്, അതുപോലെ ഒരു പച്ചമുളക്, ഇത്ര മാത്രമാണ് ഇട്ട് ഇടുന്നുള്ളൂ. ഇതെല്ലാം കൂടി അങ്ങനെ മിക്സ് ചെയ്തെടുത്തിട്ട് അങ്ങനെ ഒരു സിമ്പിൾ ഈസി സാലഡ് അങ്ങനെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ പുഡിങ്ങിൻ്റെയും കാര്യങ്ങളുടെയൊക്കെ റെസിപ്പി ഞാൻ ഇതിന് മുമ്പേ തന്നെ ഷൂട്ട് ചെയ്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം പെരുന്നാളിന് വേണ്ടിയിട്ടുള്ള പുഡിംഗ് എന്നും പറഞ്ഞ് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ സമ്മർ വെക്കേഷനൊക്കെ അല്ലേ, അപ്പോൾ കുട്ടികൾക്ക് ചെയ്ത് കൊടുക്കാനോ ഒക്കെ ആയിട്ട് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ 2 പുഡിങ്ങിൻ്റെ റെസിപ്പി ഡീറ്റെയിൽഡ് ആയിട്ട് വേറൊരു വീഡിയോ ആയിട്ട് ഇപ്പോൾ ഈ വരുന്ന വീഡിയോയുടെ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോൻ്റെ മുന്നത്തെ വീഡിയോയിലുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കിക്കോ കാണാത്തവരാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ നമ്മുടെ പെട്ടെന്ന് നമ്മൾ ലഞ്ച് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മട്ടൻ ബിരിയാണി, അതുപോലെ തന്നെ സാലഡ് പറഞ്ഞല്ലോ, കുക്കുംബറും അതുപോലെ തന്നെ പൈനാപ്പിൾ വെച്ചിട്ടുള്ളൊരു സാലഡ്, പിന്നെ ഒരു ചട്നി ഉണ്ടാക്കിയിട്ടുണ്ട്. അത് മിൻറ്റ് ചട്നിയാണ് കേട്ടോ. പിന്നെ നമ്മുടെ ചിക്കൻ 65, പിന്നെ നമ്മൾ നോർമലി പപ്പടം, അച്ചാർ അങ്ങനെയൊക്കെ ആയിട്ടുള്ളൊരു കുഞ്ഞ് ഈദ് ലഞ്ച് അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈദ് വിശേഷങ്ങളുമായിട്ടുള്ള വ്ളോഗ് നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതിനു മുമ്പ് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ, അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ രേഖപ്പെടുത്താനും മറക്കണ്ട. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ.